ഓക്കെ. ഈ ക്ഷമ എന്ന് പറയുന്നൊരു കാര്യത്തിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്കൊക്കെ എത്രത്തോളം ക്ഷമയുണ്ടെന്ന് നമ്മൾ ലൈഫിൽ ഒരുപാട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും പല സാഹചര്യങ്ങളിലും. യഥാർത്ഥത്തിൽ ഈ ക്ഷമ കൂടുതലുള്ള ആളുകൾ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് ക്ഷമ കൂടുന്തോറും നമ്മൾ പല കാര്യങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യും. ഈവൻ നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ നമ്മുടെ വായിലേക്ക് വയ്ക്കുന്ന ഫുഡിൻ്റെ പാർട്സിനെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞ് കഴിക്കാൻ തുടങ്ങും. അത്രയും ക്ഷമ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അത്രയ്ക്ക് അലേർട്ടാവുന്ന. ഇങ്ങനെ നമ്മൾ ഈ ക്ഷമേനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ ക്ഷമ പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ് ഉണ്ട്. അതായത് മെഡിറ്റേഷൻ, അതേപോലെ റീഡിങ്, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ ക്ഷമേനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ വർക്കൗട്ട്സ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് ആഡ് ഓൺ ചെയ്യുവാണെങ്കിൽ, അങ്ങനെ ശീലങ്ങളില്ലാത്തവരാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ ലൈഫിലേക്ക് ഈ ക്ഷമ ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് ലൈഫിലെ പല കാര്യങ്ങൾക്കും നല്ല ക്ഷമയോടുകൂടി നല്ല സമാധാനത്തോടു കൂടി ഒബ്സർവ് ചെയ്ത് കൃത്യം അതായത് മാക്സിമം തെറ്റുകൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. ഓക്കെ. അപ്പോൾ ടെൻഷനും കുറയും. അപ്പോൾ നമുക്ക് നല്ല ഉറക്കവും കിട്ടും. അപ്പോൾ ഗുഡ് നൈറ്റ്.